ഒരു മതപണ്ഡിതൻ പറഞ്ഞു വെച്ചു, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒന്നിച്ചു ചേരുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. മതത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം അത് പറഞ്ഞു. അതിന്റെ പിന്നാലെ പല സംഘടനകളിൽ നിന്നുള്ള മുസ്ലിം പണ്ഡിതർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. മാഷാ അല്ലാഹ്, അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. പക്ഷേ ചാനൽ ചർച്ച ഇതുവരെ തീർന്നിട്ടില്ല. സംഭവം നടന്നിട്ട് ഇപ്പോൾ 1 മാസം ആകാറായെങ്കിലും ഡെയിലി ചർച്ച ഇതാണ്. സ്വർഗത്തിലെ ഹൂറികൾ, അതുപോലെ തന്നെ സ്വർഗത്തിലെ മദ്യപ്പുഴ. അതായത് മാധ്യമ സംസ്കാരം എന്താണ്? റീച്ചിന് വേണ്ടി, തങ്ങളുടെ റേറ്റിംഗ് വലുതാകാൻ വേണ്ടി വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന രീതിയിലേക്ക് മാധ്യമ സംസ്കാരം അധപ്പതിച്ചുവോ എന്ന് ചിന്തിപ്പിക്കുമാറ് രാത്രി ചർച്ചകൾ, അന്തിച്ചർച്ചകൾ ഇന്ന് ഇതാണ്. ഇസ്ലാമാണ്, ഇസ്ലാമിന് ഇങ്ങനെ കൊത്തിവലിക്കുകയാണ്. അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോ കേവലം അതൊരു മുസ്ലിമിന്റെ വിഷയമായി മാത്രം എടുത്തു കാണിക്കപ്പെടുകയാണ്. ഈ സ്ത്രീ പുരുഷ വിഷയമൊക്കെ മുസ്ലിമിന്റെ മാത്രം വിഷയമാണോ നമ്മൾ ഈ പറഞ്ഞത്? അല്ല, ഇതൊരു സമൂഹത്തിന്റെ വിഷയമാണ്. ഇപ്പുറത്ത് നിന്നൊരു ഫാദർ പറയുന്നുണ്ട്, ഇവിടെ നിന്നൊരു സ്വാമി പറയുന്നുണ്ട്, പല രാഷ്ട്രീയക്കാരും പറയുന്നുണ്ട്. അപ്പോഴൊന്നും കാമാ പറയാൻ കഴിയാതെ ഇസ്ലാമിനെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്ന ചില ആളുകൾ, ചില തൽപര കക്ഷികൾ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിയാലാണ് തങ്ങൾക്ക് വലിയ റേറ്റിംഗ് കിട്ടുള്ളൂ എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. എല്ലാവർക്കുമുള്ള നിയമമാണിത്. പക്ഷെ ഇസ്ലാമിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. സ്ത്രീയും പുരുഷനും തുല്യരല്ല. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. സ്ത്രീ പുരുഷ സമത്വം എന്നത് അതൊരിക്കലും പോസിബിളായ കാര്യമല്ല, അത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ സ്ത്രീക്കും പുരുഷനും തുല്യ നീതി ഇവിടെ നടപ്പാക്കപ്പെടേണ്ടതുണ്ട്. പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് ഒരാളേക്കാൾ വലുതാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, സ്ത്രീയേക്കാൾ പുരുഷൻ വലുത് അല്ലെങ്കിൽ പുരുഷനേക്കാൾ സ്ത്രീ വലുത് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ പ്രബോധനകാലം തുടങ്ങുന്നത് തന്നെ പെണ്ണിനെ പരിഗണിക്കണം, അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം, അവൾ വലിയ സ്ഥാനത്തിന് അർഹയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അതായത് അത്രത്തോളം കുടുംബജീവിതത്തിൽ അവളുടെ വാക്കിന് പോലും പ്രസക്തിയുണ്ട്. അവളുടെ വാക്കിന് പ്രസക്തിയില്ലാത്ത കുടുംബം, ആ കുടുംബത്തിന് പോലും വിലയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. അതായത് ഞാനെങ്ങാനും അവൾ പറഞ്ഞത് അറിയാതെ കേട്ടുപോയാൽ ഞാൻ അവളുടെ മുമ്പിൽ തോറ്റുപോകുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്നത് ഉഹിബ്ബു അൻ നകൂന മഗ്ലൂബ, ഞാൻ തോറ്റുപോകാനാണ്, തോറ്റുപോയൊരു മനുഷ്യനായി അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ ആ വിഷയം. അതായത് പെണ്ണിന്റെ മുമ്പിൽ നമ്മളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരെ മുമ്പിൽ ഒരു ചർച്ച ചെയ്യാണ്, ഒരു വിഷയം ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭാര്യ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അവള് പറഞ്ഞതാണ് ശരി, പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താൽ അല്ലേ, അതിന്റെ ഒരു അനാനിയത്ത് സമ്മതിക്കുന്നില്ല. അങ്ങനെ സമ്മതിക്കാതിരിക്കുന്നവനേക്കാൾ അവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്നവനാകാനാണ് ഞാൻ കൊതിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാണ്, അവനാണ് മാന്യനെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാതെ പെണ്ണിനെ അടിമയായി കാണുന്നവനല്ല. പെണ്ണിനെ അടിമയാക്കാനും അടുക്കളക്കാരിയാക്കാനും ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാമിൽ എവിടെയും അത് കാണിച്ചു തരാൻ കഴിയില്ല. ചില മുസ്ലിം പേരുള്ള ചേച്ചിമാര് വന്ന് ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. തലേന്നും മറക്കൂല അവര്. ഒരു മുസ്ലിം പേരുണ്ട്, ഞങ്ങളൊക്കെ മുസ്ലിമാണെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുക. മുസ്ലിമാണെന്നും പറയൂല, ഇസ്ലാമിനെ പരിഹസിക്കുകയും ചെയ്യും. എന്നിട്ട് മുസ്ലിം പേരിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. ചില എക്സ് മുസ്ലിംസ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് പോലെ. അങ്ങനെ ഒരു സാധനമുണ്ട്, എക്സ് മുസ്ലിം അല്ലേ? നമ്മൾ പറയാറില്ലേ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ബിരിയാണി ഇഷ്ടല്ലേ? ഇഷ്ടമാണോ അല്ലെ? നല്ല കോഴിക്കോടൻ ബിരിയാണിക്കൊക്കെ എന്തൊരു സ്വാദാണ്, തലശ്ശേരി ബിരിയാണിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഈ ബിരിയാണി എപ്പോഴാണ് എക്സ് ബിരിയാണി ആവണത്? പഴയതാവുമ്പോ എക്സ് ബിരിയാണി ആവില്ല, ബിരിയാണി തന്നെയാണ്. എക്സ് ബിരിയാണി ആവുന്ന എപ്പോഴാണ്? അത് കഴിച്ചു കഴിഞ്ഞ് ബാത്റൂമിൽ പോയിരുന്ന് വൈറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയാം നമുക്ക്? എക്സ് ബിരിയാണി. പിന്നെ അതിനാരെങ്കിലും പറയൂ അങ്ങനെ എക്സ് ബിരിയാണി? അങ്ങനെ കുറെ എണ്ണം നടപ്പുണ്ട്. എക്സ് മുസ്ലിം. എടോ, ഞങ്ങളതിന് ഈ മലത്തിലൂടെ അല്ലെങ്കിൽ മലമായി പോകുന്ന എക്സ് ബിരിയാണിയുടെ വില പോലും നിനക്കൊന്നും തന്നിട്ടില്ലല്ലോ. നീയൊക്കെ പിന്നെന്തിനാ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത്? ആരാണ് നിന്റെയൊക്കെ അഭിപ്രായം ക്ഷണിക്കുന്നത്? രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെയൊക്കെ പിടിച്ചുകൊണ്ടിരുത്തുന്നത് ഈ സംഘികളുടെ ചാനലായിരിക്കും. അതിൽ ഇസ്ലാമിന്റെ വക്താക്കളായിട്ട് വരുന്നത് ഈ എക്സ് ബിരിയാണികളാണ്. ഒന്നാലോചിച്ചൊക്കെ, ഇവരാണ് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ വരുന്നത്. ഇവർ ഇസ്ലാമിനെ കുറിച്ചല്ലാതെ വേറൊന്നും മിണ്ടൂല. പേരുകൊണ്ട് ഇവർ നിരീശ്വരവാദികളാണ്. വെറും ഇസ്ലാം വിമർശകർ മാത്രമായി മാറുന്ന കാഴ്ച. നമ്മൾ വിമർശനത്തിന് അതീതാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ മാന്യമായ വിമർശനം അല്ലേ? മാന്യമായ വിമർശനം. അത്യാവശ്യം ഈ വിഷയമൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ സൈക്കോളജിക്കലി ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ സയന്റിഫിക്കലി ഇതിനെങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും ജനങ്ങളോട് സംവദിക്കണ്ടേ? കേവലം കാതടിച്ചങ്ങ് വെടിവെക്കുന്ന ഒരു സ്വഭാവം. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. നബിയേ, നബിയേ, എന്തോരം സഹിച്ചു നബിയേ,
പറ്റണില്ല യാ റസൂലല്ലാഹ്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് നബിയെ പടച്ചോന്റെ സഹായം വരണത്? ഒരുപാട് അനുഭവിച്ചു നബിയെ. കയ്യും കണക്കുമില്ലാത്ത ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നബിയെ. കുടുംബത്തിലുള്ളവരെ വെട്ടിക്കഷണങ്ങളാക്കുന്നത് നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട് നബിയെ. മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാന്റെ സഹായം വരുന്നത് യാ റസൂലല്ലാഹ്? നമ്മളിങ്ങനെ ചോദിക്കാൻ. ഇവിടെ CAA പാസാക്കപ്പെട്ടു, വഖഫ് നിയമം ബില്ല് കൃത്യമായി പുറത്തു വന്നു. അതുപോലെ തന്നെ മറ്റു പലതും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തിൽ ഓരോ ബില്ലുകളും പുറത്തിറക്കുമ്പോ നമ്മുടെ മനസ്സിൽ അറിയാതെ വരുന്നുണ്ടോ മത്താ നസ്റുല്ലാഹ്? എവിടെ പടച്ചോന്റെ സഹായം? ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഹബ്ബാബ് ഹബ്ബാബ്, ഇതൊന്നും ഇസ്ലാമിന് പുതുമയല്ലട്ടോ ഹബ്ബാബ്, ഇതൊന്നും ഇസ്ലാമിന് പുതുമയല്ലട്ടോ. ഇങ്ങനെയൊക്കെ കുറെ ചപ്പടാച്ചികൾ കാണിച്ച് ഇസ്ലാമിനെ വിരട്ടിക്കളയാം, ഇസ്ലാമിനെ പേടിപ്പിച്ചു കളയാമെന്നൊന്നും ആരും വിചാരിക്കണ്ടോ ഹബ്ബാബ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും അപ്പുറം താങ്ങാൻ കഴിയുന്നവനാണ്. ഈ മതത്തെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഹബ്ബാബ്. ഇത് പൂർത്തീകരിക്കപ്പെടും. ഈ മതത്തെ അങ്ങനെ അങ്ങ് തകർത്ത് കളയാൻ ഒരുത്തനും കഴിയില്ല ഹബ്ബാബ് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് പുണ്യനബി പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ, ഇസ്ലാമിനെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോ, അങ്ങ് സനആയിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് ആരുടെയും തുണയില്ലാതെ ഒറ്റക്ക് യാത്ര ചെയ്ത് ഈ നാട്ടിലേക്ക് വന്നെത്താൻ കഴിയുന്ന ഒരു ദിനം വരാനുണ്ട് ഹബ്ബാബ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ അന്തിച്ചർച്ചയിൽ വന്ന് ചർച്ചിക്കണവന്മാർക്ക് സ്വന്തം കെട്ടിയോളം ഒന്ന് തനിച്ചു വിടാനുള്ള ധൈര്യം ഉണ്ടോ ഇന്നത്തെ കാലത്ത്? ഡയലോഗ് പാർക്കും അടിക്കാലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വർത്താനങ്ങളൊക്കെ പാർക്കും പറയാം. ഇടുക്കിയിൽ ഇന്നലെ നമ്മൾ കണ്ട വാർത്തയില്ലേ, 9ാം ക്ലാസ്സുകാരി ഗർഭിണിയായി, ഉത്തരവാദി 14 വയസ്സുള്ള വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇവിടെയൊക്കെ മതം കൃത്യമായി നിഷ്കർഷിക്കുന്ന ചില ബൗണ്ടറീസ് ഉണ്ട്. അത് മതത്തിന്റെ ആളുകളോട് മതപണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുമ്പോ ഈ മാധ്യമ ഹിജടകൾക്ക് എന്താണ് ഇതിൽ കാര്യം? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന റൈറ്റ്സ്, അവന്റെ മതം തുറന്നു പറയാൻ, അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്, അവനും മതം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, പ്രബോധനം ചെയ്യാൻ ഇന്ത്യ മഹാരാജ്യം അനുവദിച്ചു തരണ ഭരണഘടനയുണ്ടായിരിക്കെ അതനുശാസിച്ചുകൊണ്ടൊരു മനുഷ്യൻ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കുന്നവർ എന്തിനാണ് ഈ പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കുന്നത്? കേവലം ഇസ്ലാം വിരോധം മാത്രമാണ്. ഇവിടെയെങ്കിലും നമ്മൾ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലാതെ ഒന്നിച്ചു നിന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ്. എല്ലായിടങ്ങളിലും ആ ഒന്നിച്ചു നിൽപ്പ് കാണാൻ പടച്ചറബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, സ്ത്രീയും പുരുഷനും അവിടെ സമത്വമല്ല, തുല്യ നീതിയാണ് വേണ്ടത്. അത് പഠിപ്പിച്ചു തരുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പോ രാവും പകലും ഒന്നാണെന്ന് ആരെങ്കിലും പറയോ? ആരും പറയൂല. രാവും പകലും വ്യത്യസ്തമാണ്. സൂര്യൻ ഒരിക്കലും ചന്ദ്രനെ മറികടക്കുന്നില്ല, ചന്ദ്രൻ ഒരിക്കലും സൂര്യനെ മറികടക്കുന്നില്ല. അത് അതിൻ്റെതായ ഓർബിറ്റുകളിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ കൃത്യമായ ഉദ്ധരണിയാണ്. അള്ളാഹു പറഞ്ഞു തരാണ് നമുക്ക്, ഇത് കൃത്യമായി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാൻ, ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ പ്രപഞ്ചത്തിൽ ഇവിടെ നിലനിൽപ്പില്ല. അങ്ങനെ സംഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ലോകാവസാനം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ? ആ പ്രകൃതിക്ക് പോലും എന്തൊരു മനോഹാരിതയാണ്. അങ്ങനെയാണെങ്കിൽ സ്ത്രീയും പുരുഷനുമായിട്ടാണ് നാം പഠിച്ചിട്ടുള്ളത്. അത് രണ്ട് ദ്വന്ദ്ങ്ങളായി തന്നെ നിലനിൽക്കുമ്പോഴാണ് പ്രകൃതി അതിന് ഭംഗിയുണ്ടാവുക. ഒന്നൊന്നിന്റെ മേൽ ഓവർടേക്ക് ചെയ്യുമ്പോഴല്ല. രണ്ടും ഇവിടെ വേണം. സ്ത്രീ സ്ത്രീയായും പുരുഷൻ പുരുഷനായും നിലനിൽക്കുമ്പോഴാണ് പ്രകൃതിയ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയ അതിന് മനോഹരമായി നിലനിൽക്കാൻ കഴിയുന്നത് എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ. അതിൻ്റെ ഇടയിലേക്ക് ചില ചാനൽ ചർച്ചകളിൽ ന്യൂട്രാലിറ്റി വാദമൊക്കെ പിന്നെയും എടുത്തു പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയൊക്കെ അത്രമേൽ ചില ഘട്ടങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. അത്രമേൽ മോശമായ കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ നിന്നൊരു വിദ്വാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്ത്രീ വിരോധിയാകുന്നത്? എങ്ങനെ സ്ത്രീ വിരോധി? ഇതിലെന്താണ് സ്ത്രീ വിരോധം? അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വേഷം ധരിച്ചാൽ എന്താണ് കുഴപ്പം? എല്ലാവരും അങ്ങനെ ധരിക്കട്ടെ. എന്തിനങ്ങനെ മാത്രം ചിന്തിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോ പെണ്ണ് ആൺവേഷം ധരിക്കട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്നത് എന്തിനാ? പുരുഷൻ എന്തുകൊണ്ട് സ്ത്രീ വേഷം ധരിച്ചുകൂടാ? ഈ പറയുന്ന വിദ്വാൻ ഒരു സാരി എടുത്ത് വന്നിരുന്ന് ചാനൽ ചർച്ചയിൽ സംസാരിക്കാൻ പറ്റൂലേ? സ്ത്രീകൾ ധരിക്കുന്ന അടിവസ്ത്രം ധരിച്ചു വന്നിരിക്കട്ടെ. ആരാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്? പെണ്ണിന് മാത്രം സ്വാതന്ത്ര്യം മതിയോ? ആണിന് വേണ്ടേ?
ഇതെന്ത് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്? ഇതൊരു ഭാഗത്തേക്ക് മാത്രം നീങ്ങുകയല്ലേ? ഇതൊക്കെ വെറും വിരോധാഭാസമാണ്. ശരിക്കും ഇവര് മനഃശാസ്ത്ര മേഖലകളിലേക്ക് ഒരു പഠനം പോലും നടത്താൻ തയ്യാറാവാതെയാണ് ഇത്തരം ചർച്ചകളിൽ വന്നിരിക്കുന്നത്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വാദം അവസാനം പോയി എത്തുന്നത് ഒരു മനഃശാസ്ത്ര പഠനമുണ്ട്. ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ് അതിന് പറയാം. ജെൻഡർ ഡിസ്ഫോറിയ. കൃത്യമായ പഠനങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ അത്ഭുതപ്പെട്ട് സ്തബ്ധരായി നിന്നുപോകും. എത്ര പേരാണ് സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ അനവധി ഉണ്ട് എന്നാണ്. ആത്മഹത്യ പോലും ചെയ്തിട്ടുണ്ട്. ഒരു ലേഖനം ഇങ്ങനെ വായിക്കാൻ കഴിഞ്ഞു. ജെൻഡർ ഡിസ്ഫോറിയ പ്രസന്റിംഗ് വിത്ത് മോർബിഡ് ജെലസി എന്ന് പറയുന്ന ഒരു പുസ്തകം. 2 പ്രശസ്തരായ സൈക്കോളജിസ്റ്റുകൾ എഴുതിയ പുസ്തകമാണ്. ആണ് പെണ്ണാകാനും പെണ്ണ് ആണാകാനും ശ്രമിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ അമേരിക്കയിലൊക്കെ 15-20% ഏതാണ്ട് ലെസ്ബിയനുകളുണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്. ലെസ്ബിയൻസ് എന്ന് പറഞ്ഞാൽ പെണ്ണ് പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കുക, പെണ്ണിനോടൊപ്പം തന്നെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുക. ആ ഒരു മെന്റാലിറ്റിയാണ് ലെസ്ബിയനിസം എന്ന് പറയുന്നത്. ആ ലെസ്ബിയനിസവും കടന്ന് പെണ്ണിന് തോന്നുകയാണ് എനിക്കൊരാണാകണം. അങ്ങനെ ആണാകാൻ വേണ്ടി അവൾ ഇങ്ങനെ തയ്യാറെടുത്തു. ആണ് ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യണമെന്ന് അവളിങ്ങനെ ആഗ്രഹിച്ചു മുന്നേറുന്ന വഴിക്ക് അതിന് പറ്റാതെ പോകുമ്പോൾ മാനസികമായി തളർന്നു നിന്നിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നൊരവസ്ഥ, അതിലൂടെ ആത്മഹത്യയിലേക്ക് പോകുന്നൊരവസ്ഥ. അതാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. അതും കടന്ന് മോബിഡ് ജെലസി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തുകയാണ്. ലോകം തന്നെ തകർന്നു പോകുന്നൊരവസ്ഥ, പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരവസ്ഥ. ഇതാണ് യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധം എന്നൊക്കെ പറയുന്നത്. പ്രകൃതി അല്ല പറയുന്നുണ്ട് ആണിനെയും പെണ്ണിനെയും പഠിച്ചു. ആണായും പെണ്ണ് പെണ്ണായും നിലനിൽക്കുമ്പോഴാണ് പ്രകൃതിക്ക് ഭംഗിയുണ്ടാവുക. അതിലൂടെയാണ് നിങ്ങൾക്ക് റബ്ബുൽ ആലമീനെ തിരിച്ചറിയാൻ കഴിയാമെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. പിന്നെ കുടുംബം, ഈ കുടുംബത്തിന്റെ ഒരു അസ്ഥിരതയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു കാരണമായിട്ട് വരുന്നത്. ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് തന്നെ ചർച്ച ഉണ്ടായല്ലോ, വിവാഹപ്രായം 21 ആക്കണം, അങ്ങനെ ബഹളങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോ ദ ഹിന്ദു പത്രത്തിൽ കുറച്ചാൾ മുമ്പ് വന്ന ഒരു സർവേ ഉണ്ടായിരുന്നു. റിപ്പോർട്ട് ഇങ്ങനെയാണ് കാണുന്നത്: ഇന്ത്യൻ വുമൻ ഫേസിംഗ് ഏർലി മെനോപോസ്. ഇന്ത്യക്കാരായ സ്ത്രീകള് ഒരുപാട് ആളുകളെ നേരത്തെ ആർത്തവ വിരാമം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ആർത്തവ വിരാമം അവർക്ക് നേരത്തെ അനുഭവിക്കേണ്ടി വരുന്നു. Nearly 4% of Indian women experience sign of menopause between 29 and 34 of age. 4% ഇന്ത്യൻ സ്ത്രീകളിൽ മെനപ്പോസ് അനുഭവിക്കേണ്ടി വരുന്നത് 29 മുതൽ 34 വയസ്സിന്റെ ഇടയിലാണ്. അപ്പൊ എനിക്കിപ്പോ കല്യാണം വേണ്ട, കുറച്ച് ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ആ പ്രകൃതിയ സുന്ദരമായി ജീവിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് കുറെ അങ്ങ് പോയി 29-34 വയസ്സൊക്കെ എത്തുമ്പോഴേക്ക് വിവാഹപ്രായം ആയി എന്ന് മനസ്സിലാക്കി വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ആ സമയത്ത് നേരിടേണ്ടി വരുന്നത് ആർത്തവ വിരാമമാണ്. പിന്നെ സയൻസ് പറയുന്നുണ്ട് പിന്നീട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം പോലും ഇല്ലാത്ത ആളുകളായി അവർ മാറുകയാണ്. പിന്നീട് അത് ഡിപ്രഷനിലേക്ക് നയിക്കുകയാണ്. അപ്പൊ കുടുംബത്തിന്റെ അസ്ഥിരത ഇതില് വലിയ റോൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം നന്നാകണം, കുടുംബപരമായ കെട്ടുറപ്പ് വേണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആനി ബെസന്റിന്റെ ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ കൂടെ കിടക്കുന്നു, അവളോടൊപ്പം നടക്കുന്നു, അവളോടൊപ്പം ഇരിക്കുന്നു, അവളോടൊപ്പം കിടക്കുന്നു, എന്നിട്ട് നിങ്ങൾ അവളെ പുറത്താക്കുന്നു. ഇത് പറ്റില്ല എന്ന് പറഞ്ഞതാണോ ഇസ്ലാം പെണ്ണിന് സ്വാതന്ത്ര്യം നിഷേധിച്ചത് എന്ന് ചോദിക്കുന്നത് ആനി ബെസന്റ്. ഇത് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ ഇസ്ലാമിൽ പെണ്ണിന് സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ പറയണത്? നിങ്ങൾക്ക് പെണ്ണിനോടൊപ്പം തോളത്ത് കൈയിട്ട് കറങ്ങി നടക്കണം, അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് തന്നെ വേഴ്ചകൾ നടത്തണം, ആരും ചോദിക്കാൻ പാടില്ല, തോന്നുന്നിടത്തേക്കൊക്കെ ഏത് രാത്രിയും പകലെന്ന് നോക്കാതെ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് നടക്കണം, ഇതിനൊക്കെ അനുവാദം മൂളണം, ഇതാണ് സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ തെറ്റിപ്പോയി മക്കളെ. ഇത് സ്വാതന്ത്ര്യമല്ല. ലാസ്റ്റ് അവൾ ഒറ്റപ്പെടും, അവൾ ആരുമില്ലാത്തവളായി മാറും. ഈ കാഴ്ചയിൽ നിന്ന് ഇസ്ലാം തടഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത് എന്ന് ചോദിക്കുന്നത് ഡോക്ടർ ആനി ബെസന്റ് ആണ്. എന്നാൽ കൃത്യമായി ഇസ്ലാം അവരെന്നെ പറയുന്നുണ്ട്, ഇസ്ലാം വിവാഹ ജീവിതത്തിലൂടെ ഒരു കൃത്യമായ ബൈൻഡിങ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ കൃത്യമായ ഒരു നിയമസംഹിതയിലൂടെ ഒരു കെട്ടുറപ്പുള്ള സംവിധാനം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സംവിധാനത്തിനകത്ത് അത്രമേൽ മനോഹരമായി അവർ ജീവിക്കുന്നില്ല എന്ന് ചോദിക്കാൻ. എന്നിട്ട് അവർ പറഞ്ഞു വെക്കുന്ന ഒരു വാക്കുണ്ട്: ദ വുമൻ ഇൻ ഇസ്ലാം ഇസ് മോർ പ്രൊട്ടക്റ്റഡ് ദാൻ ഇൻ ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളതിനേക്കാൾ മുസ്ലിംകളിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നത് എന്നതാണ്. ഇതൊക്കെ എന്തിനൊക്കെ പറയണെന്ന് വെച്ചാൽ അംറും ബിൽ മഅറൂഫ്, നല്ലത് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനേറെ അവസാന ഒരു കാലഘട്ടം വരും, അന്ന് സ്ത്രീയും പുരുഷനും നടുറോട്ടിൽ നിന്ന് വ്യഭിചരിക്കുന്നത് കാണുമ്പോ നാണം വന്നിട്ട് ഞാനൊന്ന് അതിന്റെ ഇടയിലൂടെ പോയിക്കോട്ടെ, എന്നൊന്നങ്ങ് കടത്തി വിട്ടേക്കെന്ന് പറഞ്ഞ് ഈമാനുള്ള മനുഷ്യൻ നടന്നു പോകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ആരും പെട്ടു. ഇപ്പൊ തമാശ രൂപേണ പറയുന്ന ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. ഒരിക്കല് വേദവ്യാസൻ
വലിയ ഗുരുക്കന്മാരുടെ ഇടയിൽ നിന്നൊരു കവിത ഇങ്ങനെ വായിക്കുകയാണ്. വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ ഉണ്ട്. അതിലിങ്ങനെയാണുള്ളത്: ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിദ്യം സമഭികർഷതി, വിദ്യം സമഭികർഷതി. ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിദ്വം സമഭികർഷതി എന്ന് പറഞ്ഞാല് എത്ര വലിയ വിദ്വാനാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും വൈകാരികമായ ഒരു വിഷയത്തിലേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ അവനവിടെ വീണു. അപ്പൊ കുറെ ഋഷിവര്യന്മാരൊക്കെ എണീറ്റിട്ട് പറഞ്ഞു, അപ്പറഞ്ഞത് ശരിയായില്ല, ഞങ്ങളെ കീഴ്പ്പെടുത്താൻ അങ്ങനെ ഒരു വികാരത്തിനും പറ്റൂല, ഒരു പെണ്ണും ഞങ്ങളെ കീഴ്പ്പെടുത്തൂല. അപ്പൊ അദ്ദേഹം വ്യാസം തന്നെ എഴുതിയത് കീറിപ്പറിച്ച് കളഞ്ഞു അത്രേ. നമ്മൾ തമാശയായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ രാത്രിയായപ്പോ വ്യാസൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു പെൺവേഷം സ്വീകരിച്ചത്രേ. പെൺവേഷം സ്വീകരിച്ചിട്ട് ഈ മുനി താമസിക്കുന്നത് ഒരു കാട്ടിലാണ്. അപ്പോ കാട്ടിലേക്ക് ചെല്ലുകയാണ്. കാട്ടിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കുടിലിലേക്ക് ചെന്നിട്ട് വാതിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. ആരാണ്? അപ്പൊ ഞാനിങ്ങനെ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെണ്ണാണ്. ഈ പെണ്ണിനൊന്നും ഇവിടെ കയറ്റാൻ പറ്റൂല, അന്യ പെണ്ണൊന്നും ഇവിടെ വരാൻ പാടില്ല, ഞങ്ങൾ ഋഷിവര്യന്മാരാണ്, അങ്ങനെയൊന്നും കയറ്റില്ല. നിങ്ങൾ എന്ത് ഋഷിവര്യനാണ്? അബലയായി നിൽക്കുന്ന ഒരു പെണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കല്ലേ വേണ്ടത്? അതല്ലേ ദൈവഹിതം? നിങ്ങൾ എന്നെ അകത്തോട്ട് കയറ്റണം. അപ്പൊ ഗത്യന്തരമില്ലാതെ സ്വാമി പെണ്ണിനെ വിളിച്ച് അകത്തേക്ക് കയറ്റാണ്. അങ്ങനെ അകത്ത് കയറി. നല്ല ഇടി വന്നു, കാറ്റ് വന്നു, മഴ വന്നു, എല്ലാം വന്നു കഴിഞ്ഞപ്പോ സ്വാമി ഇവിടെ നിന്ന് എണീറ്റു. ആ പെൺകുട്ടിയുടെ കാലിൽ പോയി തൊട്ടപ്പോ വ്യാസൻ ചാടി. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? അല്ലെ, വിദ്വാൻ ഏത് വിദ്വാനാണെങ്കിലും വൈകാരികമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ അതിന്റെ മുമ്പിൽ പെട്ടുപോകും. തമാശയായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. അങ്ങനെ നിനക്കൊരു വൈകാരികത തോന്നുന്നില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ വൈകാരികതയെ അടക്കി നിർത്തുന്നിടത്താണ് മനുഷ്യൻ വിജയിക്കേണ്ടത്. മനുഷ്യന്റെ ഉള്ളങ്ങനെയാണ്. നഫ്സമ്മാറയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ആ നഫ്സമ്മാറയെ കെട്ടിയിടാൻ, അതിനെ പൂട്ടിവെക്കാൻ നിന്റെ കയ്യിൽ ആയുധമുണ്ടാകുമ്പോഴാണ് നീ നല്ലൊരു മനുഷ്യനായി മാറുന്നത്. മൃഗത്തിൽ നിന്ന് മനുഷ്യനായി കൺവേർട്ട് ചെയ്യുന്നത് കേവലം പെണ്ണ് എന്ന് പറയുന്നത് കാമാസക്തിക്ക് മാത്രമാണ് എന്ന് മാർക്സ് പറഞ്ഞ ആ വാദത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ്. കാൾമാർക്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പെണ്ണ് എന്ന് പറഞ്ഞാല് എന്റെ വൈകാരികതയെ ശമിപ്പിക്കാനുള്ള ഒരു വസ്തുവാണ് എന്നാണ്. ഒരു മുസ്ലിം ഒരിക്കലും പെണ്ണിനെ ഒരു വസ്തുവായി കണ്ടിട്ടില്ല. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പുണ്യനബിക്ക് ഒരു വസ്തുവായിരുന്നില്ല. സയ്യിദത്തുന ഖദീജ അവിടത്തേക്കൊരു വസ്തുവായിരുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം എത്രയോ സമയങ്ങൾ ഉമ്മുഹാനി വന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങേക്കൊരു വിവാഹം കൂടെ കഴിച്ചുകൂടെ നബിയെ? ഈ കുട്ടികൾ പ്രയാസപ്പെടുന്നില്ല യാ റസൂലല്ലാഹ്? എന്റെ ഖദീജയെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല സയ്യിദുനാ റസൂലുള്ളാഹ്. പിന്നീടൊക്കെ ദൈവഹിതം എന്നോണം അള്ളാഹുവിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർ ചോദിക്കുക, ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിന്റെയൊക്കെ പിന്നിൽ സൈക്കോളജിക്കലായ പല കാരണങ്ങളും ഇല്ലേ? അല്ലേ? പെണ്ണ് അല്പവസ്ത്രം ധരിച്ചു വന്നാൽ നിങ്ങളങ്ങ് പൊട്ടിത്തെറിക്കുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇത്ര അർത്ഥശൂന്യമായ അല്പന്മാരായ ആളുകളായി മാറിയോ? വിവരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആളുകളൊക്കെ ഇത്രയുള്ളൂ എന്ന് തിരിച്ചറിയാനുള്ള ചില അവസരങ്ങളായി ഇതിനെ മനസ്സിലാക്കിയാൽ മതി. അത് ജഡ്ജി ആണെങ്കിലും അഡ്വക്കേറ്റ് ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ വലിയ വിവരമുണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചില ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാകണത് ഇതൊക്കെ ചിലപ്പോ ബിഗ് സീറോ ആയിരിക്കും എന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആനിലൂടെ കൃത്യമായിട്ട് നമുക്കിത് പറഞ്ഞു തരല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന നിലക്ക് കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ദ ഫാദർലെസ് അമേരിക്ക എന്നാണ്. അച്ഛനില്ലാത്ത അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്നാണ് പുസ്തകത്തിന്റെ പേര്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കുട്ടി നന്നാകുന്നതിന്റെ പിന്നിൽ ഈ ഒരു പുസ്തകം എഴുതാനുണ്ടായ പ്രേരകമായത് എന്താന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ നോക്കാൻ അച്ഛനില്ലാത്തതിന്റെ പേരിൽ, അതായത് ആണും പെണ്ണും തുല്യരാണെന്ന് വാദിച്ച് ലാസ്റ്റ് പെണ്ണ് മാത്രം ഒരു കുട്ടിയും കയ്യിൽ വെച്ചുകൊണ്ട് തനിച്ചു പോകേണ്ട അവസ്ഥയായി. അവിടെ നോക്കാൻ അച്ഛനില്ല. ആ ഇമോഷണൽ ബേർഡൻ സഹിക്കവയ്യാതെ പലരും ആത്മഹത്യ ചെയ്തു. അപ്പോഴാണ് ആ പുസ്തകം എഴുതപ്പെട്ടത്, ദ ഫാദർലെസ് അമേരിക്ക, അച്ഛനില്ലാത്ത അമേരിക്ക. പിന്നീട് അതിനെക്കുറിച്ച് പഠനം നടന്നു. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഇവിടെ അച്ഛൻ വേണം, അമ്മ വേണം, അവരുടെ പരിലാളനകൾ വേണം. ആ പരിലാളനകൾ കിട്ടാതെ വന്നാൽ ആ ബന്ധങ്ങൾ രണ്ടായി നിലനിൽക്കാത്തിടത്തോളം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, സമൂഹം തകരും, പ്രകൃതിക്ക് നാശം സംഭവിക്കുമെന്ന് അമേരിക്കയിലെ മനുഷ്യന്മാരോലും മനസ്സിലാക്കിയെങ്കിൽ നമുക്കെപ്പോഴും ഇനി തിരിച്ചറിവുണ്ടാകുന്നത്. ഇപ്പോ സയൻസ് തന്നെ പറയുന്നുണ്ട്, ഒരു ഉമ്മ, ആ ഉമ്മയുടെ ആദ്യത്തെ അമ്മിഞ്ഞപ്പാൽ ആ കുഞ്ഞു കുടിക്കുന്ന ഒരു നിമിഷം അല്ലേ, കൊളസ്റ്റം, അതിങ്ങനെ നിമിഷം സ്നേഹവൈകാരികതയിലൂന്നിയ ആ സ്തനകുംഭങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ആ അമൃത് ആ കുഞ്ഞതിങ്ങനെ നുകരുമ്പോ ആ കുഞ്ഞിന്റെ സ്വഭാവത്തെ അത് രൂപാന്തരപ്പെടുത്തുന്നുള്ളതാണ്. കൃത്യമായി സ്നേഹപരിചരണത്തിലൂടെ അങ്ങനെ ഒരു പരിലാളന ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ will very likely in later life seek pleasure in either alcohol etc etc etc.
ആ സ്നേഹം കുട്ടിക്ക് കിട്ടാതെ വരുമ്പോഴാണ് ലഹരിയും മറ്റു കാര്യങ്ങളിലൊക്കെ പിന്നിൽ അടിമകളായിട്ട് നമ്മുടെ മക്കൾ മാറുന്നത്. ലഹരിയെ കുറിച്ചൊരു വിഷയം തന്നെ നമുക്ക് ശക്തമായിട്ട് പറയാനുണ്ട്. നമ്മുടെ മക്കളിൽ പല ആളുകളും പല ലഹരികൾക്കും അടിമയായി പോകുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് അവർക്ക് കിട്ടാത്ത സ്നേഹപരിലാളനകളാണെന്ന് സയൻസ് എന്ന് പറയുമ്പോൾ ആ കൊടുക്കേണ്ട സ്നേഹപരിലാളനകളുടെ, ചേർത്തുപിടിക്കലിന്റെ, മാതൃത്വം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ അമ്മിഞ്ഞപ്പാലിന്റെ സവിശേഷതകളൊക്കെ നമുക്ക് അന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്കൊന്ന് നമുക്ക് ബോധം ഉണ്ടാകണം. സ്ത്രീയും പുരുഷനും സമമല്ല. രണ്ടുപേരും എങ്ങനെ ഒന്നാകുന്ന? ചില ഘട്ടങ്ങളിൽ സ്ത്രീയേക്കാൾ പുരുഷൻ ഇങ്ങനെ മികച്ചു നിൽക്കും, ഒരുപാട് ഘട്ടങ്ങളിൽ പുരുഷനേക്കാൾ സ്ത്രീ ഇങ്ങനെ മികച്ചു നിൽക്കും. ഖുർആനിലൊരു ഭാഷയുണ്ട്, ലിതസ്കുനു ഇലൈഹ എന്നാണ്, സമാധാനം തരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവള്. ചില ഘട്ടങ്ങളിലൊക്കെ നമുക്കൊന്ന് തലചായ്ക്കാനുള്ള മടിത്തട്ടാണ് അവൾ. ചില ഘട്ടങ്ങളിൽ എത്ര വലിയ ടെൻഷനെയും മാറ്റുന്ന ഏറ്റവും മനോഹരമായ മരുന്നാണ് അവളുടെ പുഞ്ചിരി. ആ പുഞ്ചിരിയിലേക്ക് നോക്കുമ്പോ, അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ നീ എല്ലാം മറക്കുന്നുവെങ്കിൽ അതിനാണ് നിനക്ക് വിവാഹം തന്നിട്ടുള്ളത്. അതിനാണവൾ. പരസ്പരം അങ്ങനെ താങ്ങും തണലുമായി നിൽക്കുമ്പോഴാണ് ആ ജീവിതം മനോഹരമായി തീരുന്നത് എന്നാണ് ഇസ്ലാം കൃത്യമായി പറഞ്ഞു തന്ന ഈ വിഷയം. പണ്ഡിതന്മാർ അത് ദീൻ തുറന്നു പറയേണ്ടത് തന്നെയാണ്. ഏത് രാഷ്ട്രീയക്കാരൻ എന്തു പറഞ്ഞാലും ഇസ്ലാമിനൊന്നും വരാനില്ല. ഇസ്ലാമിന്റെ നിയമം അതിലാ യൗമിൽ ഖിയാമ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, അല്ലാഹുവാണ് ഈ ദീനിനെ പഠിച്ചത്. വ ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹുവിനറിയാം അത് സംരക്ഷിക്കാൻ. ഇത് അല്ലാഹുവിന്റെ വാക്കാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ ദീനിന്റെ അഹ്ലുകാരായി നമ്മെ മാറ്റി തീർക്കുമാറാകട്ടെ.